+2 ലെവൽ പരീക്ഷകൾക്ക് വായിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഉറപ്പാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു തീർച്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വീണ്ടും കൊണ്ടുവരാൻ ഞാൻ താഴെ നൽകിയിരിക്കുന്നവയിൽ ഉപദ്വീപ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട് ശരിയായ വിവരണം ഏതെല്ലാമാണ്? ഹായ് ഓൾ, നിങ്ങൾ ഈ വീഡിയോ ഒന്നും മുഴുവൻ കാണാൻ ക്ഷമ കാണിച്ചു കഴിഞ്ഞാലേ ഇപ്പോഴത്തെ PSC പരീക്ഷകളുടെ ഒരു ട്രെൻഡ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോഴത്തെ PSC പരീക്ഷയിൽ ചോദ്യങ്ങൾ വരുന്നതിന്റെ ട്രെൻഡ് നമ്മുടെ തംബ്നെയിലിൽ നിങ്ങൾ കണ്ടതുപോലെ എങ്ങനെ എവിടെ നിന്ന് പഠിക്കണം എന്നുള്ളതിന്റെ ധാരണയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. നോക്ക്, എല്ലാവർക്കും പഠിക്കാനുള്ള കഴിവുണ്ട്, എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ട്. കാരണം അത്രയ്ക്കും കോമ്പറ്റീറ്റീവ് ആണ് ഇന്നത്തെ കാലത്തെ ഒരു എക്സാംസ് എന്ന് പറയുന്നത്. എല്ലാവരും നല്ലപോലെ പഠനത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്, നല്ലപോലെ നമ്മുടെ കൂടെ നമുക്ക് ചുറ്റുമുള്ളവർ പഠിക്കുന്നുണ്ട്. അതിൽ കുറച്ച് പേര് മാത്രം നല്ല മാർക്ക് വാങ്ങുന്നു, ജോലിയിലേക്ക് പ്രവേശിക്കുന്നു. കുറച്ച് പേര് നല്ലപോലെ കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, എങ്കിലും അവർക്കൊരു ഉയർന്ന മാർക്കോ ജോലിയോ ഒന്നും ലഭിക്കുന്നില്ല. എന്തായിരിക്കാം ഇതിന് പിന്നിലുള്ള കാരണം? അവര് ആ ഒരു പരീക്ഷ എഴുതാൻ പോകുന്ന പരീക്ഷയെ കൃത്യമായി മനസ്സിലാക്കുന്നതിൽ എവിടെയോ ചില മിസ്സിങ് സംഭവിച്ചിട്ടുണ്ട്. നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരാ, എവിടെയോ ചില മിസ്സിങ് സംഭവിച്ചിട്ടുണ്ട്. ആ മിസ്സിങ് എങ്ങനെ പരിഹരിക്കാം എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. പഠിക്കണം, തീർച്ചയായിട്ടും പഠിക്കണം. അതിനൊപ്പം തന്നെ ഈ പറഞ്ഞ കാര്യം കൂടെ ഒന്ന് നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു പോരായ്മ അല്ലെങ്കിൽ ആ ഒരു മിസ്സിങ് നമ്മൾ പരിഹരിച്ച് വേണം നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ അല്ലെങ്കിൽ കുറച്ച് മാസത്തെ PSC പരീക്ഷകളിൽ വന്ന ചോദ്യങ്ങൾ ഞാനിവിടെ കൊണ്ടുവരുന്നുണ്ട്. ആ ചോദ്യങ്ങൾ വെച്ചുകൊണ്ട് ഇപ്പോഴത്തെ ചോദ്യങ്ങളുടെ ട്രെൻഡ് NCERT ആണോ അതോ പഴയ SCERT ആണോ? അതായത് കഴിഞ്ഞ വർഷം കുറച്ച് ടെക്സ്റ്റുകൾ മാറിയില്ലേ, 5 മുതൽ 10 വരെയുള്ള SCERT ടെക്സ്റ്റ് എല്ലാം റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ. അങ്ങനെ ആ പഴയ ടെക്സ്റ്റ് ആണോ അതോ റീപ്ലേസ് ചെയ്ത് വന്ന പുതിയ ടെക്സ്റ്റ് നിന്നാണോ ചോദ്യങ്ങൾ ചോദിക്കുന്നത്? അതല്ലാതെ മറ്റേതെങ്കിലും സോഴ്സ് ഉണ്ടോ, ഇനി വിക്കിപീഡിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സോഴ്സുകൾ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നോക്കാം. എന്നിട്ട് ഈ വീഡിയോയുടെ അവസാനം നമുക്കൊരു അനാലിസിസ്, ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്തുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലാബ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. ആപേക്ഷിക ആർദ്രത കൂടുതലുള്ള തണുത്ത നീണ്ട രാത്രികൾ ഇത് രൂപം കൊള്ളാൻ കാരണമാകുന്നു ചോദ്യമായിരുന്നു. ഈ ചോദ്യം ഇതിന് ഉത്തരമായിട്ട് ഇപ്പോൾ 100 പേര് ഉത്തരം എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു 50 പേരെങ്കിലും മൂടൽമഞ്ഞും ഒരു 50 പേര് തുഷാരം എഴുതിയിട്ടുണ്ട്. ഉറഞ്ഞ മഞ്ഞ് നേർത്ത മഞ്ഞൊക്കെ വിട്ടൊക്കെ മൂടൽമഞ്ഞോ തുഷാരമാണ് കൂടുതൽ ആളുകളും ഇതിന് ഉത്തരം എഴുതാൻ ചാൻസ്. ഇതിന്റെ ആൻസർ തുഷാരമാണ്. ആൻസർ എന്താണ്? തുഷാരം. എവിടെ നിന്നാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്? നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. എവിടെ നിന്നാണ് ഈ ചോദ്യത്തിന്റെ സോഴ്സ് എന്താണ്? ചോദ്യത്തിന്റെ സോഴ്സ് ഞാൻ കൃത്യമായിട്ട് അതിന്റെ തെളിവ് ഉൾപ്പെടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഈ കീവേഡ് നിങ്ങൾ നോക്കണേ. ഉയർന്ന ആപേക്ഷിക ആർദ്രത, തണുത്ത നീണ്ട രാത്രികൾ. ഇത് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കണേ. ഈ 2 പോയിന്റ്സ്, ഈ 2 പോയിന്റ് നമ്മുടെ ഏത് ടെക്സ്റ്റിനകത്തുള്ളത് നമുക്ക് നോക്കാം. +1 ജോഗ്രഫിയിലെ 11ാമത്തെ ചാപ്റ്റർ അന്തരീക്ഷത്തിലെ ജലം എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്. ഈ ചാപ്റ്ററിൽ നിന്നാണ് ഈ ചോദ്യം എടുത്തിട്ടുള്ളത്. അവിടെ തുഷാരം എന്ന് പറഞ്ഞ ഹെഡിങ്ങിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ മാർക്ക് ചെയ്യുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ഉയർന്ന ആപേക്ഷിക ആർദ്രത കണ്ടോ, ഇതല്ലേ നമ്മുടെ ചോദ്യത്തിലെ ഫസ്റ്റ് പോർഷൻ. ഉയർന്ന ആപേക്ഷിക ആർദ്രത, ഉയർന്ന എന്നുള്ളതിന് പകരം ഇവർ കൂടുതൽ കൊടുത്തു, വലിയ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് നീണ്ട തണുപ്പുള്ള രാത്രികൾ. നീണ്ട തണുപ്പുള്ള രാത്രികൾക്ക് പകരം ഇവര് തണുത്ത നീണ്ട രാത്രികൾ എന്ന് കൊടുത്തു. ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വാക്കുകൾ മാറ്റിയിട്ടു, അല്ലാതെ ഒന്നും ചോദിച്ചിട്ടില്ല. ഇത് രൂപം കൊള്ളാൻ കാരണമാകുന്നു. കണ്ടോ, ഉത്തരം തുഷാരം. തുടങ്ങിയവ തുഷാര രൂപീകരണത്തിന് അനുയോജ്യമാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, +1 ടെക്സ്റ്റ് തന്നെ തുഷാരത്തെ സംബന്ധിക്കുന്ന +1 ടെക്സ്റ്റ് തന്നെ നമ്മൾ നോക്കണോ? SCERT-ക്കകത്തും പഠിക്കാനില്ലേ ഖനീകരണ രൂപങ്ങളെ പറ്റി? അപ്പോൾ SCERT ടെക്സ്റ്റിനകത്തൊന്നും നമുക്ക് ഇത് കിട്ടത്തില്ലെന്ന് കുറച്ച് പേർക്കെങ്കിലും സംശയം വരാം. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, SCERT ടെക്സ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പഴയ 9ാം ക്ലാസ്സിലെ അന്തരീക്ഷത്തിലെ ജലം എന്ന് പറയുന്ന ഒരു പാഠം ഉണ്ടായിരുന്നു. 9ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ അന്തരീക്ഷത്തിലെ ജലം, അതിൽ തുഷാരം എന്ന ഹെഡിങ് കൊടുത്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ എവിടെയെങ്കിലും ആ ചോദ്യത്തിനകത്തുള്ള 2 കീവേഡുകൾ ഉണ്ടെന്ന് നിങ്ങൾ നോക്കുക, വായിക്കാം നമുക്ക്. പ്രഭാതങ്ങളിൽ പുൽക്കൊടികളിലും ഇലകളിലും മറ്റും തണുത്ത പ്രതലങ്ങളിലും ജലത്തുള്ളികൾ പറ്റിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇതാണ് തുഷാരം. രാത്രികാലങ്ങളിൽ ഭൗമോപരിതലം തണുക്കുന്നതിനെ തുടർന്ന് ഉപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗവും തണുക്കുന്നു. ഇതുമൂലം നീരാവി ഘനീഭവിച്ച് വെള്ളത്തുള്ളികളായി ഭൂമിയുടെ ഉപരിതലത്തിലെ തണുത്ത പ്രതലങ്ങളിൽ പറ്റിപ്പിടിക്കുന്നു. ചോദ്യകർത്താവ് ഇത് കണ്ടിട്ടേ ഇല്ല, അയാള് ഈ പുസ്തകം വായിച്ചിട്ടേ ഇല്ല. ഏത് മാത്രമേ വായിച്ചിട്ടുള്ളൂ? ഇത് മാത്രമേ വായിച്ചിട്ടുള്ളൂ. കാരണം ആപേക്ഷിക ആർദ്രത, നീണ്ട തണുപ്പുള്ള രാത്രികൾ, ഈ 2 കീവേഡുകൾ ഉപയോഗിച്ചാണ് ക്വസ്റ്റ്യൻ തയ്യാറാക്കിയത്. ഉറപ്പിച്ചോ, ഈ ക്വസ്റ്റ്യൻ തയ്യാറാക്കിയത് എവിടുന്നാണ്? ഈ പറഞ്ഞ ടെക്സ്റ്റിൽ നിന്നാണ്, അല്ലെ? അപ്പൊ നിങ്ങൾ വിചാരിക്കും പുതിയ ടെക്സ്റ്റ് അപ്ഡേറ്റ് ചെയ്ത് വന്ന ടെക്സ്റ്റ് അല്ല, അതിനകത്ത് ഇത് കാണുമോ? 10ാം ക്ലാസ്സിലെ ഇപ്പോഴത്തെ ജോഗ്രഫി പുതിയ ടെക്സ്റ്റ്, റീപ്ലേസ് ചെയ്ത ടെക്സ്റ്റ്, പഴയ പുസ്തകം റീപ്ലേസ് ചെയ്തല്ലോ, പുതിയ ടെക്സ്റ്റ് വന്നല്ലോ. അതിനകത്ത് ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്ന് പറഞ്ഞൊരു പാഠം പഠിക്കാനുണ്ട് 10ാം ക്ലാസ്സിൽ. അതിനകത്ത് തുഷാരത്തെ പറ്റി പറയുന്ന കാര്യം നമുക്ക് വായിച്ചു നോക്കാം. രാത്രികാലത്ത് ഭൗമോപരിതലം തണുക്കുന്നതിനെ തുടർന്ന് ഉപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗവും തണുക്കുന്നു.
നീരാവി ഘനീഭവിച്ച് വെള്ളത്തുള്ളികളായി പുൽക്കൊടികളിലും ഇലകളിലും മറ്റും തണുത്ത പ്രതലങ്ങളിലും പറ്റിപ്പിടിക്കുന്നു. അവിടെയും ഈ പറഞ്ഞ ഉയർന്ന ആപേക്ഷിക ആർദ്രതയെന്നോ നീണ്ട തണുത്ത രാത്രികളെന്നോ എന്ന് പറയുന്ന കീവേഡുകൾ, ക്വസ്റ്റ്യൻസിനകത്തുള്ള കീവേഡുകൾ SCRT-ക്കകത്തില്ല. അപ്പോൾ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് SCRT-യിൽ നിന്ന് കിട്ടത്തില്ല. മനസ്സിലായോ? നമ്മുടെ സിലബസിനകത്ത് തുഷാർ എല്ലാ സിലബസിനകത്തുണ്ട്, എല്ലാ ടെക്സ്റ്റിനകത്തും തുഷാരത്തെ പറ്റി പഠിക്കാനുണ്ട്. +1-ലുണ്ട്, പഴയ 9-ലുണ്ട്, പുതിയ 10-ലുണ്ട്. പക്ഷെ ചോദ്യകർത്താവ് ചോദിച്ചിട്ടുള്ള പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു കീവേഡ്സ് ഉള്ള കണ്ടന്റ് അത് എവിടെ മാത്രമേ ഉള്ളൂ? +1-ലേ ഉള്ളൂ. അപ്പൊ അത് വായിക്കുന്നവർക്ക് മാത്രമേ കൃത്യമായിട്ട് ആ ചോദ്യത്തിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ SCRT വായിച്ചു പോയ ആളുകൾക്ക് അല്ലെങ്കിൽ SCRT-യിലുള്ള കാര്യങ്ങൾ പഠിച്ചവർക്ക് ചിലപ്പോൾ ആ കീവേഡ്സുമായിട്ട് ആ ചോദ്യത്തെ കണക്ട് ചെയ്യാൻ പറ്റാതെ വരും. അപ്പം NCERT-യുടെ പ്രാധാന്യം, +1, +2 ബുക്കുകളുടെ പ്രാധാന്യം നമ്മുടെ 10th ലെവൽ, +2 ലെവൽ പരീക്ഷകൾക്ക് എത്രമാത്രമുണ്ട്, ഡിഗ്രി ലെവലിന് അതേ ഉള്ളൂ, 10th ലെവൽ, +2 ലെവൽ പരീക്ഷകൾക്ക് എത്രമാത്രമുണ്ട് എന്നുള്ളതിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വീണ്ടും കൊണ്ടുവരാം. ക്വസ്റ്റ്യൻ ഫയർമാൻ ഫയർ വുമൺ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഇന്ത്യയിലെ തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിട്ടുള്ള പരാമർശങ്ങളിൽ ശരി ഏത്? 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടേ. ഇന്ത്യയിൽ ആദ്യത്തെ തുണി മില്ലുകൾ ബോംബെ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടു. സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിലെ പരുത്തിയുടെ ആവശ്യം വർദ്ധിപ്പിച്ചു. 1921 ശേഷം ഉണ്ടായ റെയിൽവേ വികസനം തുണി വ്യവസായത്തെ പുരോഗതിയിൽ എത്തിച്ചു. ജലവൈദ്യുത ശക്തിയുടെ ലഭ്യത തമിഴ്നാട്ടിൽ തുണി വ്യവസായം വളരാൻ കാരണമായി. 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ഇതിനകത്ത് ഏതാണ് ശരി എന്ന് വേണം കണ്ടെത്താനായിട്ട്. തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കോട്ടൺ, ജൂട്ട്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രികൾ നമ്മുടെ സിലബസിനകത്തുണ്ട്. അത് നമുക്ക് +1 ടെക്സ്റ്റ്, +1, +2 പഠിക്കാനുണ്ട്, NCERT-യിലുണ്ട്, SCERT-യിലുണ്ട്. ഈ പറഞ്ഞ കണ്ടന്റ്സ് ഉണ്ട്. അതിൽ ഏത് ടെക്സ്റ്റിൽ നിന്നായിരിക്കാം അവർ ഈ പറഞ്ഞ 4 സ്റ്റേറ്റ്മെന്റ്സ് എടുത്തിട്ടുണ്ടാവുക? നോക്കാം നമുക്ക്. +2-ലെ ഉൽപാദന വ്യവസായങ്ങൾ എന്ന് പറഞ്ഞൊരു പാഠമുണ്ട്. +2 ജോഗ്രഫിയിൽ ഉൽപാദന വ്യവസായങ്ങൾ എന്ന് പറയുന്നൊരു പാഠമുണ്ട്. ആ പാഠത്തിൽ നിന്ന് വള്ളി പുള്ളി തെറ്റാതെ അവർ സ്റ്റേറ്റ്മെന്റുകൾ കോപ്പി എടുത്തിട്ടാണ് ഈ ചോദ്യം ഉണ്ടാക്കിയത്. പറയാം, നോക്കിക്കോ. മുംബൈ, അഹമ്മദാബാദ് നോക്കിക്കോണേ. മുംബൈയിലും അഹമ്മദാബാദിലും ആദ്യ മില്ലുകൾ സ്ഥാപിച്ചത് മതി, നമുക്ക് അത്ര മതി. അവിടെ നിന്നല്ലേ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യ തുണി മില്ലുകൾ ബോംബെ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടു. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കോണം. സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആഹ്വാനം ഈ വ്യവസായത്തിന് ഒരു പ്രധാന പ്രേരക ശക്തിയായി മാറി. അതല്ലേ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്? സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിലെ പരുത്തിയുടെ ആവശ്യം വർദ്ധിപ്പിച്ചു. കണ്ടോ? സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആഹ്വാനം ഈ വ്യവസായത്തിന് ഒരു പ്രധാന പ്രേരക ശക്തിയായി മാറി. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ചോദ്യകർത്താവ് ഇങ്ങനെ വായിച്ചു പോവാണേ. 3 നോക്കുന്ന അയാള് 1921 ശേഷം റെയിൽവേ ശൃംഖലയുടെ വികസനത്തോടെ മറ്റു പരുത്തി തുണി കേന്ദ്രങ്ങളും അതിവേഗത്തിൽ വികാസം പ്രാപിച്ചു. 1900 വർഷം നോക്കണേ, 21 ശേഷം റെയിൽവേ ശൃംഖലയുടെ വികസനത്തോടെ മതി, നമുക്ക് അത്ര മതി. ചോദ്യം നോക്ക്. 1921 ശേഷം ഉണ്ടായ റെയിൽവേ വികസനം തുണി വ്യവസായത്തെ പുരോഗതിയിൽ എത്തിച്ചു. കണ്ടോ? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തുണി വ്യവസായത്തെ പുരോഗതിയിൽ എത്തിച്ചു. ഓക്കെ, ഇനി കഴിഞ്ഞിട്ടില്ല. തമിഴ്നാട്ടിൽ ഈ വ്യവസായത്തിന്റെ പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് കാരണമായത് മില്ലുകൾക്ക് ആവശ്യമുള്ള ജലവൈദ്യുതിയുടെ ലഭ്യതയാണ്. നോക്കാം, 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് അതല്ലേ? നോക്കിക്കേ. ജലവൈദ്യുതി ശക്തിയുടെ ലഭ്യത തമിഴ്നാട്ടിൽ തുണി വ്യവസായം വളരാൻ കാരണമായി. 1, 2, 3, 4 4ഉം ശരി. 4ഉം എടുത്തിട്ടുള്ളത് എവിടെ നിന്ന്? NCERT +2 ടെക്സ്റ്റിൽ നിന്ന്. NCERT +2 ടെക്സ്റ്റിൽ നിന്ന്. അതും കൃത്യമായിട്ട് ചെറിയ മാറ്റം. മുംബൈ എന്നുള്ളത് വലിയ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. മുംബൈ എന്നുള്ളത് ബോംബെ ആക്കിയിട്ടുണ്ട്. മുംബൈ എന്നുള്ളത് എന്താക്കിയിട്ടുണ്ട്? ബോംബെ ആക്കിയിട്ടുണ്ട്. അഹമ്മദാബാദ് അങ്ങനെ തന്നെ ചോദിച്ചു. ബാക്കി സ്റ്റേറ്റ്മെന്റ് സ്വദേശി പ്രസ്ഥാനം ഉറപ്പായിട്ടും നേരെ ഇങ്ങനെ വായിച്ചു വരുവാണെങ്കിൽ ഇങ്ങനെ വായിച്ചു വന്നു, അടുത്ത പേജിലേക്ക് എത്തി. അപ്പൊ ഇവിടുന്ന് 2 സ്റ്റേറ്റ്മെന്റ് ആൾക്ക് കിട്ടി. വീണ്ടും ആൾ വായിച്ചു. 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആൾക്ക് ഇവിടുന്ന് കിട്ടി, ഈ പാരഗ്രാഫിൽ നിന്ന് കിട്ടി. വീണ്ടും ആൾ വായിച്ചത് പോവാണ്. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആൾക്ക് ഇവിടുന്ന് കിട്ടി. ഈ 4 സ്റ്റേറ്റ്മെന്റും വെച്ച് ഒരു ചോദ്യം നിർമ്മിച്ചെടുത്തു അല്ലെ? വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. സ്റ്റേറ്റ്മെന്റുകളിൽ ഒരു മാറ്റം പോലും വരുത്തിയിട്ടില്ല. ചെറിയ ചെറിയ വാക്കുകൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് റീഷഫിൾ ചെയ്തു. അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. ഇത് തന്നെ ചോദ്യമാക്കി മാറ്റി. കണ്ടോ? ഏത് പരീക്ഷയ്ക്കായിരുന്നു? ഫയർമാൻ ഫയർ വുമൺ. അടുത്തത് പോലീസ് ഡ്രൈവർ പരീക്ഷയുടെ ഒരു ചോദ്യം. ചുവടെ നൽകിയിരിക്കുന്ന സവിശേഷതകളുടെ ക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ മേഘങ്ങളെ തിരിച്ചറിയുക. കറുപ്പ് അഥവാ ഇരുണ്ട നിറം നമുക്ക് എല്ലാവർക്കും അറിയാം. നിംബസ് മേഘമാണ് അതല്ലേ? നിംബസ് മേഘമാണ്. നിംബസ്. നേർത്ത തൂവൽ രൂപത്തിലുള്ള
മേഘം ഏതാണ്? നേരത്തെ തൂവൽക്കെട്ട് പോലെ കാണപ്പെടുന്ന മേഘം ഏതാണ്? അത് സിറസ് ആണ് അല്ലെ? സിറസ് ആണ്. ഇനി പഞ്ഞിക്കെട്ട് പോലെ കാണപ്പെടുന്നത് ക്യുമുലസ് ആണ്. ക്യുമുലസ് ആണ്. അടുത്തത് ആകാശത്തിന്റെ സിംഹഭാഗവും ഉൾക്കൊള്ളുന്ന അടുക്കുകളായി കാണുന്നവ അതാരാണ്? സ്ട്രാറ്റസ് ആണ്. ആകാശത്തിന്റെ സിംഹഭാഗവും ഉൾക്കൊള്ളുന്ന അടുക്കുകളായി കാണുന്നവ. ഇത് അങ്ങനെ തന്നെ NCERT ടെക്സ്റ്റിൽ നിന്ന് ഈ വരി കോപ്പി ചെയ്തതാ. NCERT +1 ടെക്സ്റ്റിൽ നിന്ന് അന്തരീക്ഷത്തിലെ ജലം എന്ന ടോപ്പിക്കിൽ നിന്ന് അങ്ങനെ തന്നെ കോപ്പി ചെയ്തു. അതേ നോക്കി, ആകാശത്തിന്റെ സിംഹഭാഗവും ഉൾക്കൊള്ളുന്ന അടുക്കുകളായി കാണപ്പെടുന്നവ സ്ട്രാറ്റസ്. +1 11ാം ചാപ്റ്റർ അന്തരീക്ഷത്തിലെ ജലം എന്ന ടോപ്പിക്കിൽ നിന്ന് കൃത്യമായി കോപ്പി ചെയ്ത ഒരു സെന്റൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കിയിട്ടുള്ളത്. സോ നിംബസ്, സിറസ്, ക്യുമുലസ്, സ്ട്രാറ്റസ് ഏതാണ്? നിംബസ്, സിറസ്, ക്യുമുലസ്, സ്ട്രാറ്റസ്. കിട്ടിയില്ലേ? അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് NCERT ഉണ്ട് അല്ലെ? NCERT ഉണ്ട്. പക്ഷെ നോക്കുക, NCERT നിന്ന് ആകാശത്തിന്റെ സിംഹഭാഗം ഉൾക്കൊള്ളുന്ന ഇങ്ങനെയുള്ള പദങ്ങൾ അങ്ങനെ തന്നെ കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ ചോദ്യം ഇടുന്ന ആള് NCERT ടെക്സ്റ്റ് വായിക്കുന്നുണ്ട്. ചോദ്യം ഇടുന്ന ആള് ഉറപ്പായിട്ടും NCERT ടെക്സ്റ്റുകൾ വായിക്കുന്നുണ്ട്. എങ്ങനത്തെ പരീക്ഷയ്ക്ക്? 10 +2 ലെവൽ പരീക്ഷകൾക്ക് വായിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഉറപ്പാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു തീർച്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വീണ്ടും കൊണ്ടുവരാൻ ഞാൻ താഴെ നൽകിയിരിക്കുന്നവയിൽ ഉപദ്വീപ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട് ശരിയായ വിവരണം ഏതെല്ലാമാണ്? പോലീസ് ഡ്രൈവർ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ഉപദ്വീപ പീഠഭൂമി ക്രമരഹിതമായ ത്രികോണാകൃതിയിലുള്ള ഭൂപ്രദേശമാണ്. പ്രധാനമായും ലാവ തണുത്തുറഞ്ഞതിലൂടെയാണ് രൂപപ്പെടുന്നത്. പീഠഭൂമിയുടെ പൊതുവായ ചെരിവ് കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്കാണ്. പീഠഭൂമിയുടെ പൊതുവായ ചെരിവ് അത് തെറ്റല്ലേ? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ചെരിവ്. അതുകൊണ്ടാണ് നദികൾ കിഴക്കോട്ട് ഒഴുകി പോകുന്നത്. ഉപദ്വീപ പീഠഭൂമിയിലെ ഭൂരിഭാഗം നദികളും, പ്രത്യേകിച്ച് ഡെക്കാൻ പീഠഭൂമിയിലെ നദികളൊക്കെ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഒഴുകുന്നത്. മാൾവ പീഠഭൂമിയിലാണെങ്കിൽ അവർ എങ്ങോട്ടാണ് ഒഴുകുന്നത്? വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് ഒഴുകുന്നത്. ശരാശരി ഉയരം 6000 to 900 മീറ്റർ. ഇങ്ങനെയൊക്കെ നമുക്ക് എവിടെയെങ്കിലും ഉണ്ടോ? ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ടോ? അപ്പം 1, 2, 4 ശരിയാണേ. അങ്ങനെ ഇതുണ്ടോ? 1, 2 യെസ്. ഓപ്ഷൻ എ 1, 2, 4 മാത്രം ശരി, 3 തെറ്റി. ഇങ്ങനെ ഈ സ്റ്റേറ്റ്മെന്റ്സ് അങ്ങനെ തന്നെ ഏതെങ്കിലും ടെക്സ്റ്റിലുണ്ടോ? ഉണ്ട്. നമ്മുടെ +1 ജോഗ്രഫിയിലെ 2ാമത്തെ യൂണിറ്റ്, +1 ജോഗ്രഫി 2ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ പറ്റി പഠിക്കാനുള്ള യൂണിറ്റാണ്. ആ യൂണിറ്റിൽ ഉപദ്വീപ പീഠഭൂമിയെ പറ്റി പഠിക്കുന്ന ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. നദീ സമതലങ്ങളിൽ നിന്നും 150 മീറ്റർ മുതൽ 600 to 900 മീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന, അതല്ലേ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നത്? 600 to 900 മീറ്റർ ഉയരം. കേട്ടോ, ശരാശരി ഉയരം 600 to 900 മീറ്റർ ഉയരം കേട്ടോ. സ്ഥിതി ചെയ്യുന്ന ഉപദ്വീപ പീഠഭൂമി ക്രമരഹിതമായ ത്രികോണ ആകൃതി വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ക്രമരഹിതമായ ത്രികോണാകൃതിയിലുള്ള ഭൂപ്രദേശമാണ്. ചോദ്യകർത്താവ് വായിച്ചിട്ടുണ്ട്. ചോദ്യം നിർമ്മിക്കുന്ന ആള് ആ ടെക്സ്റ്റിലെ ഉപദ്വീപ പീഠഭൂമി പറ്റി പറയുന്ന ഭാഗം വായിക്കുന്നുണ്ട്. കാരണം ഈ 600 to 900 ഒന്നും കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ടൊന്നും NCERT എവിടെയും പറയുന്നില്ല. 900 മീറ്ററിന് താഴെ അല്ലെങ്കിൽ ഒരു മുകൾ ഭാഗം പരന്ന് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് എന്നൊക്കെയാണ് പറയുന്നത്. അല്ലാതെ ഇങ്ങനെ ഒരു ഫിഗർ NCERT നമുക്ക് കാണാൻ സാധിക്കത്തില്ല. 600 to 900 എന്നൊരു ഫിഗർ അല്ലെ? ഈ ത്രികോണാകൃതി എന്ന് കൊടുക്കുന്നുണ്ട്. പക്ഷെ കണ്ടോ, അവർ കൃത്യമായിട്ട് ആ ക്രമരഹിതമായ ത്രികോണാകൃതി അതെല്ലാം കൃത്യമായിട്ട് കോപ്പി ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിട്ടുള്ളത്. അടുത്ത എക്കണോമിക്സ് എന്നുള്ള ചോദ്യം പോലീസ് ഡ്രൈവർ എക്സാമിന് ചോദിച്ചാണ്. എക്കണോമിക്സ് എന്നുള്ള ചോദ്യമാണ്. വളരെ ഒരു കൺഫ്യൂസിങ് ആക്കുന്ന, ഉറപ്പായിട്ട് തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു ചോദ്യമായിരുന്നു ഇത്. കണ്ടാൽ സിമ്പിളാന്ന് തോന്നും. സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള പരിചയമുള്ള സ്റ്റേറ്റ്മെന്റ്സ് അല്ലേ നമുക്ക് തോന്നും. പക്ഷെ അതിനകത്ത് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണെന്ന് കണ്ടോണം. 3 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. സ്ഥിര ചോദ്യങ്ങളാണ്. ഹരിത വിപ്ലവം ഇല്ലാത്ത PSC പരീക്ഷ ഇല്ല. പക്ഷെ ഇത്രയും വലിയൊരു സ്റ്റേറ്റ്മെന്റ് വന്നപ്പോൾ നമുക്കൊന്നൊരു അങ്കലാപ്പ് ഉണ്ടായി കാണണം അല്ലേ? ഇനി ഈ സ്റ്റേറ്റ്മെന്റ്സ് പലപ്പോഴും നമ്മൾ പലയിടത്തും കണ്ടിട്ടുമുണ്ട്. ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം നമ്മൾ കണ്ടിട്ടുമുണ്ട്. നോക്കാം നമുക്ക് ഇത് എവിടുന്ന് ഈ ചോദ്യം കിട്ടിയെന്നുള്ളത്. ഹരിത വിപ്ലവത്തിന്റെ 1ാം ഘട്ടത്തിൽ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് പറയുന്നു 1960 പകുതി മുതൽ 1970 പകുതി വരെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന മഹാരാഷ്ട്ര, ഹരിയാന, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലായി പരിമിതപ്പെട്ടു. 2. ഹരിത വിപ്ലവത്തിന്റെ പരിണിത ഫലമായി ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം കുറഞ്ഞു. ഹരിത വിപ്ലവത്തിലൂടെ കോളനി ഭരണത്തിന് കീഴിൽ കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന സ്തംഭനാവസ്ഥ കുറെയൊക്കെ പരിഹരിക്കാനായി. 3 സ്റ്റേറ്റ്മെന്റ്സ് വന്നു. അതിനകത്തുനിന്ന് ഏതാണ് ഈ ഓപ്ഷൻ വെച്ചിട്ട് ഏതാണ് ശരിയെന്ന് കണ്ടെത്തണം. ഇതെവിടുന്നാണ് ഈ ചോദ്യം എടുത്തത്?
+1 ടെക്സ്റ്റിന് അധ്യായം 2 എക്കണോമിക്സിൽ അധ്യായം 2 ഇന്ത്യൻ സമ്പദ്ഘടന എന്ന് പറയുന്ന ഒരു പാഠമുണ്ട്. അതിൽ ആദ്യ വരി തുടങ്ങുന്നു ഹരിത വിപ്ലവത്തെ പറ്റി പറയുന്ന ഭാഗത്ത് തുടങ്ങുന്നു. ഹരിത വിപ്ലവത്തിന്റെ 1ാം ഘട്ടത്തിൽ അവിടെ ഒരു ബ്രാക്കറ്റ് അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഏകദേശം 1960 പകുതി മുതൽ 1970 പകുതി വരെ. ഇങ്ങനെ തന്നെ ചോദ്യത്തിൽ വന്നിട്ടുണ്ട്. ഈ ബ്രാക്കറ്റ് ഉൾപ്പെടെ ആ ഏകദേശം മാത്രം ഒന്ന് കട്ട് ചെയ്തവരെ ഹരിത വിപ്ലവത്തിന്റെ 1ാം ഘട്ടത്തിൽ ഏകദേശം കട്ട് ചെയ്തു. നോക്കിക്കോ, ഹരിത വിപ്ലവത്തിന്റെ 1ാം ഘട്ടത്തിൽ ഏകദേശം കട്ട് ചെയ്തു, ബ്രാക്കറ്റ് വരെ ഇട്ടു. ഇവിടെ 1960 പകുതി മുതൽ 1970 പകുതി വരെ, അവിടം വരെ ശരിയാണേ, 70 പകുതി വരെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന, ഇനിയാണ് പ്രശ്നം, പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലായി പരിമിതപ്പെട്ടു. പഞ്ചാബും ആന്ധ്രാപ്രദേശും തമിഴ്നാടുമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അല്ല, മഹാരാഷ്ട്ര, ഹരിയാന, പശ്ചിമ ബംഗാൾ. തെറ്റി, പ്രസ്താവന തെറ്റി. ഇവിടം വരെ ശരിയായിരുന്നു, സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന വരെ ശരിയായിരുന്നു. ബാക്കി മൂന്നും അവർ ഈ ചോദ്യം നിർമ്മിച്ച ആള് ഈ പുസ്തകം വായിച്ചിട്ട്, ഈ ഭാഗം വായിച്ചിട്ട് പഞ്ചാബും ആന്ധ്രയും തമിഴ്നാടും മാറ്റിയിട്ട് സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞ വേറെ കുറച്ച് സംസ്ഥാനങ്ങൾ കൊടുത്തു. മഹാരാഷ്ട്ര, ഹരിയാന, പശ്ചിമ ബംഗാൾ കൊടുത്തു. PSC പ്രൊഫഷണൽ കീയിൽ ഇത് തെറ്റാണെന്ന് പറയുകയും ചെയ്തു ഈ സ്റ്റേറ്റ്മെന്റ് അല്ലേ. അപ്പോൾ ഈ 3 സംസ്ഥാനങ്ങൾ മാത്രമേ മാറിയുള്ളൂ, ചോദ്യം മാറിപ്പോയി, അല്ലെങ്കിൽ ആ ചോദ്യം തെറ്റിപ്പോയി. ക്ലിയർ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് ഇടുന്നറിയോ, അടുത്ത പാരഗ്രാഫ്. ഇതിന്റെ ഒരു പരിണിത ഫലം ഇത് ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിപ്പിച്ചു. പുള്ളി മാറ്റി അവിടുന്ന് ചോദ്യയിട്ട ആള്. പകരം എന്തിട്ടു? വർദ്ധിപ്പിച്ചു പകരം എന്തിട്ടു? നോക്കിക്കോണേ. ഹരിത വിപ്ലവത്തിന്റെ പരിണിത ഫലമായി ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം കുറഞ്ഞു. വർദ്ധിപ്പിച്ചതിന് പകരം അവിടെ കുറഞ്ഞു വിട്ടു. നമ്മൾ തെറ്റിക്കാനായിട്ട് കണ്ടോ, കുറഞ്ഞു, തെറ്റി, അതും തെറ്റി അല്ലേ. ശരിക്കും കൂടുകയാണ് ചെയ്തത്, വർദ്ധിക്കുകയാണ് ചെയ്തത്. ഇനി 3, ഹരിത വിപ്ലവത്തിലൂടെ കോളനി ഭരണത്തിന് കീഴിൽ കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന സ്തംഭനാവസ്ഥ കുറെയൊക്കെ പരിഹരിക്കാനായി. 3 ശരിയാണോ? 3 ശരിയാണോ? അത് ഇവിടുന്ന് എടുത്തത് ഇതേ ടെക്സ്റ്റ് തന്നെ. അടുത്ത പാരഗ്രാഫ്. ഹരിത വിപ്ലവത്തിലൂടെ അങ്ങ് വള്ളി മാറ്റിയിട്ടില്ല. കോളനി ഭരണത്തിന് കീഴിൽ കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന സ്തംഭനാവസ്ഥ കുറെയൊക്കെ പരിഹരിക്കാനായി. ഒറ്റ വാക്കുപോലും അങ്ങോട്ടോ ഇല്ല ഇങ്ങോട്ടോ ഇല്ല. കറക്റ്റ് ഇവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് അപ്പുറത്തിട്ടു, ചോദ്യത്തിലിട്ടു. കണ്ടില്ലേ? അപ്പൊ ഏത് മാത്രമേ ഉള്ളൂ ശരി? ഈ പുസ്തകത്തിനകത്തുള്ള പോയിന്റ്സ് പ്രകാരം പ്രസ്താവന 3 മാത്രമാണ് ശരി. 3 മാത്രമാണ് ശരി അല്ലെ. ഒന്നാമത്തെ ശരിയാണെന്ന് നമുക്ക് തോന്നുമായിരുന്നു, പക്ഷേ സംസ്ഥാനങ്ങൾ മാറിപ്പോയി. കണ്ടോ? ഇങ്ങനെയൊക്കെ ഇത് വായിച്ചെങ്കിലല്ലേ കൃത്യമായിട്ട് ഈ ഒരു പുസ്തകം വായിച്ചെങ്കിലല്ലേ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ആ ഉത്തരത്തിലേക്ക് നമുക്ക് കൃത്യമായിട്ട് എത്താൻ സാധിക്കത്തുള്ളൂ. NCERT ടെക്സ്റ്റുകളുടെ പ്രാധാന്യം അപ്പോൾ എത്രയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനകത്ത് തർക്കമില്ല. ഉറപ്പായിട്ടും +1 +2 ടെക്സ്റ്റുകൾ LDC +2 ലെവൽ പരീക്ഷകൾക്ക് വായിച്ചിരിക്കേണ്ട ആവശ്യകതയാണ് ഇവിടെ ഇത് സൂചിപ്പിക്കുന്നത്. ബ്രാക്കറ്റ് പോലും അങ്ങനെ തന്നെ കോപ്പി ചെയ്തു പുസ്തകത്തിനകത്തുള്ളത്. കണ്ടോ? ഇനി ചോദ്യങ്ങൾ വരുന്നത് ഫയർമാൻ ഫയർ വുമൻ പരീക്ഷയ്ക്ക് ചിനാബ് റെയിൽവേ പാലവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വന്നു. ചിനാബ് റെയിൽവേ പാലം 4 സ്റ്റേറ്റ്മെന്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ചിനാബ് ഇപ്പോൾ ഒരു ഹോട്ട് ടോപ്പിക് ആണല്ലോ. ചിനാബ്, വിഴിഞ്ഞം, ഇതൊക്കെ ഹോട്ട് ടോപ്പിക്സാണ്. ഇപ്പം കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ അങ്ങനെ ഏറ്റവും കൂടുതൽ വാർത്താ പ്രാധാന്യമുള്ള കറണ്ട് ആയിട്ടുള്ള ഇഷ്യൂസ് ഇല്ലേ, അത് എഴുതിയെടുത്ത് തന്നെ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എപ്പോഴും വായിക്കണം. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനൊരു ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോൾ, അപ്പം കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോൾ, ഉദാഹരണത്തിന് നെൽകൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ അതാത് ഗവൺമെന്റിന്റെ വെബ്സൈറ്റുകളുണ്ടല്ലോ, കാർഷിക മേഖല വെബ്സൈറ്റ്, ആ വെബ്സൈറ്റ് എടുത്തിട്ടാണ് അപ്ഡേഷൻസ് നോക്കുന്നത്. നെല്ലുമായി ബന്ധപ്പെട്ട, ഗോതമ്പുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് ഒക്കെ നോക്കുന്നത് ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റുകളാണ്. ഇപ്പം ചിനാബുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ ഉറപ്പായിട്ടും ചിനാബ് റെയിൽവേയുമായി ബന്ധപ്പെട്ട് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റുകളുണ്ട്, കേന്ദ്ര ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്. അതിനകത്തുനിന്നുള്ള കണ്ടന്റ്സ് എടുക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ PSC ഇവിടെ നേരെ വിക്കിപീഡിയയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ആശ്രയിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കൃത്യമായിട്ട് നിങ്ങൾ കണ്ടോണം. 4 സ്റ്റേറ്റ്മെന്റ്. റീസി ജില്ലയിലെ ബാക്കൽ, റിയാസി എന്നാണ് ശരിക്കും, ബാക്കൽ കവരി സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്നു. 350 മീറ്റർ ഉയരമുള്ള നിർമ്മിതി, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ്. ബാരാമുള്ള, ശ്രീനഗർ, ഉധംപൂർ റെയിൽവേ പാതയിലാണ് ചിനാബ് പാലം സ്ഥിതി ചെയ്യുന്നത്. 1315 നീളമുള്ള പാലത്തിന്റെ പ്രധാന നിർമ്മാണ മേൽനോട്ടം കൊങ്കൺ റെയിൽവേക്കായിരുന്നു. ഇതായിരുന്നു കൂടുതൽ ആളുകൾക്കും ഡൗട്ട് വന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. നോക്കാവേ എവിടുന്ന് എടുത്തിട്ടുണ്ടെന്ന്. ഇത് ചിനാബ് റെയിൽവേ ബ്രിഡ്ജ്
റെയിൽവേ ബ്രിഡ്ജ് ഓവർ ചിനാബ് റിവർ ഇൻ റീസി എന്നായിരിക്കും പ്രൊനൗൺസ് ചെയ്യുന്നത്. റീസി ഡിസ്ട്രിക്ട് ഓഫ് ദ ഇന്ത്യൻ യൂണിയൻ ടെറിട്ടറി ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. ഒന്ന് ആദ്യ വരിയിൽ നിന്ന് തന്നെ പുള്ളി ആദ്യ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി അല്ലേ, ആദ്യ വരിയിൽ നിന്ന് തന്നെ ആദ്യ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി. അപ്പോൾ ചിനാബ് ഈ റീസി ജില്ലയിലാണ് എന്നുള്ളത് ആൾക്ക് കിട്ടി. ഇനി ഇറ്റ് ഈസ് എ സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റ് ബ്രിഡ്ജ് സ്പാനിങ് 1315 മീറ്റർ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കിട്ടി അവിടുന്ന്. ഇത് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് 1315 മീറ്റർ നീളമുണ്ട് പാലത്തിന്റെ പ്രധാന മേൽനോട്ടം. അപ്പം അത് കിട്ടി 1315 മീറ്റർ. പിന്നെ വേറെന്താണ് ഇവിടുന്ന് എന്തെങ്കിലും കിട്ടിയോ? യെസ്, ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ കൗരി ആൻഡ് ബാക്കൽ. അതും ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ റീസി ജില്ലയിലെ കൗരി ബാക്കൽ സ്റ്റേഷനുകൾ ബന്ധിപ്പിക്കുന്നത് അതും അവിടെയുണ്ട്. കൗരി ബാക്കൽ കണ്ടോ ബന്ധിപ്പിക്കുന്നു എന്നുള്ളതും അതും കൃത്യമായിട്ട് ഈ പറഞ്ഞ വിക്കിപീഡിയയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ജമ്മു ബാരാമുള്ള ഉധംപൂർ കണ്ടോ, ജമ്മു ബാരാമുള്ള ഉധംപൂർ മേഖലകളെ ബന്ധിപ്പിക്കുന്നു. അതും ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ശ്രീനഗർ ബാരാമുള്ള ശ്രീനഗർ ഉധംപൂർ കേട്ടോ, ആ റെയിൽവേ പാതയിലാണ് ചിനാബ് പാലം സ്ഥിതി ചെയ്യുന്നത്. അതും കിട്ടി. ഇനി നോക്കിയേ, ദ പ്രോജക്ട് വാസ് ഓവർസീൻ ബൈ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ. ഈ ഇതിന് മേൽനോട്ടം ആരായിരുന്നു കണ്ടോ? ദ പ്രോജക്ട് വാസ് ഓവർസീൻ ബൈ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ഓഫ് ദി ഇന്ത്യൻ റെയിൽവേസ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ കൃത്യമായിട്ട് ഒരു വിക്കിപീഡിയ നോക്കിയിട്ട്, അപ്പം ചിനാബുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം തയ്യാറാക്കാനായിട്ട് ഒരു ചോദ്യകർത്താവ് എടുത്തു കഴിഞ്ഞാൽ അയാൾ ഈ പറഞ്ഞ വിക്കിപീഡിയ പരിശോധിക്കുന്നുള്ളതിന്റെ തെളിവാണിത്. ഇതേപോലെ തന്നെയാണ് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നത് WCP പരീക്ഷയ്ക്ക്. 2025 മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രധാന സവിശേഷതകൾ 4 കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്മെന്റ് തുറമുഖം, ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖം, അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖം. ഇവിടെയൊക്കെ ചെറിയ ട്രാൻസ്ലേഷൻ ഇഷ്യൂസ് ഉണ്ട് കണ്ടോ, ഇവിടെയൊക്കെ ചെറിയ ട്രാൻസ്ലേഷൻ ഇഷ്യൂസ്, കാരണം അത് വിക്കിപീഡിയ ഡയറക്റ്റ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാ. ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ ബ്രേക്ക് വാട്ടർ നോക്കാം, ഇത് എവിടുന്ന് എടുത്തു എന്നുള്ളത് വിക്കിപീഡിയ തന്നെയാണ്. അത് നോക്കിക്കോ. ഇന്ത്യാസ് ഫസ്റ്റ് ഡീപ്പ് വാട്ടർ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട്, അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഇന്ത്യാസ് ഫസ്റ്റ് ഡീപ്പ് വാട്ടർ ആഴക്കടൽ ഷിപ്മെന്റ് തുറമുഖം, ട്രാൻസ്ഷിപ്മെന്റ് എന്ന് പറഞ്ഞായിരുന്നു, ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അവർ എന്ത് ചെയ്തു? ട്രാൻസ്ലേറ്റ് ചെയ്തു. ആള് വായിച്ചു. അടുത്ത സ്റ്റേറ്റ്മെന്റ് ഇവിടം വരെ എത്തി. അപ്പൊ കൊള്ളാം, എന്നിട്ട് ഇവിടെ നല്ലൊരു പോയിന്റ് കിടക്കുന്നു. ഇന്ത്യാസ് ഫസ്റ്റ് ഓട്ടോമേറ്റഡ് പോർട്ട് നേരെ എടുത്ത് ഇപ്പുറത്തോട്ടിട്ടു. നോക്കിയേ, ഇന്ത്യയിൽ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖം നേരെ എടുത്ത് അങ്ങോട്ടിട്ടു. വീണ്ടും പുള്ളി വായിച്ചു. ഇങ്ങനെ വായിച്ചു പോയ സ്ഥിതിക്ക് പോയ വഴിക്ക് ഇവിടെ ഒരു പ്രശ്നം വന്നു. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി. ആൻഡ് ഇറ്റ്സ് ഒൺലി പോർട്ട് ഡയറക്ട്ലി അഡ്ജസന്റ് ടു ആൻ ഇന്റർനാഷണൽ ഷിപ്പിംഗ് ലൈൻ. ഇന്റർനാഷണൽ ഷിപ്പിംഗ് ലൈനോട് നേരിട്ട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന, വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന, ഡയറക്ട്ലി അഡ്ജസന്റ് എന്ന് പറയുമ്പോൾ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. ഇന്റർനാഷണൽ ഷിപ്പിംഗ് ലൈനോട് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഒള്ളി പോർട്ട് ഡയറക്ട്ലി അഡ്ജസന്റ് ടു ആൻ ഇന്റർനാഷണൽ ഷിപ്പിംഗ് ലൈൻ. അപ്പൊ ഇന്റർനാഷണൽ ഷിപ്പിംഗ് ലൈനോട് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഏക തുറമുഖം. നോക്കി, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് ഈ ഡയറക്ട്ലി എന്നൊക്കെ ഉള്ളത് അങ്ങനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴേ ഈ നേരിട്ട് എന്നൊക്കെയുള്ള വാക്ക് ഇവിടെ കടന്നു വന്നത് അല്ലെ. ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖം, ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നല്ല, നേരിട്ട് സ്ഥിതി ചെയ്യുന്നതല്ല. അപ്പം നോക്കി, ഈ ഒരു സെന്റൻസിനകത്ത് ഒരു കണക്ഷന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. അതാ ട്രാൻസ്ലേഷൻ ശരിയാവാഞ്ഞതുകൊണ്ടാ. വിക്കിപീഡിയയിൽ നിന്ന് എടുത്ത ആ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഡയറക്ട്ലി എന്നുള്ളത് നേരിട്ട് വന്നു അല്ലെ. അത് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖം. ഇവിടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖം, അങ്ങനെ വരാനായിട്ട്. ഇനി ആ ഒരു പാരഗ്രാഫ് വായിച്ചു, പുള്ളി ക്ഷീണിച്ചു. ഇനിയിപ്പോ ഒത്തിരി ഇത് വായിച്ചു പോകാൻ പറ്റാത്തതുകൊണ്ട് അടുത്ത പാരഗ്രാഫിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് ചോദ്യം നിർമ്മിച്ചു. മതി, ഇനി ഒന്നും വേണ്ട. ദ പോർട്സ് ബ്രേക്ക് വാട്ടർ ഈസ് ഇന്ത്യാസ് ഡീപ്പസ്റ്റ്. മതി, ഇനി അങ്ങോട്ട് വായിക്കാനുള്ള ക്ഷമയൊന്നുമില്ല. അത് 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തു. ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ ബ്രേക്ക് വാട്ടർ. കഴിഞ്ഞു, മതി, ചോദ്യമായി. 4ഉം ശരി, എല്ലാം ശരി ഉത്തരം. കണ്ടോ, വിക്കിപീഡിയയുടെ ഒരു പ്രാധാന്യം കണ്ടില്ലേ. ഇനി പുതിയ SCRT VFA പരീക്ഷയിൽ എന്നോട് ഇപ്പോഴും ഉദ്യോഗാർത്ഥികൾ പലരും മെസ്സേജ് അയച്ചു ചോദിക്കുന്നുണ്ട്, ഈ ചോദ്യം എവിടുന്ന് വന്നു എന്ന്. ഇത് കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുവാണല്ലോ എന്ന തരത്തിൽ പലരും ചോദിക്കുന്നുണ്ട്. നോക്കി, ഇതാണ് ചോദ്യം. സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. 1, ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിൽ യൂഫോട്ടിക് മേഖല, 200 മീറ്ററിന് താഴെ 1000 മീറ്റർ വരെ എഫോട്ടിക് മേഖല, 1000 മീറ്ററിന് താഴെ ഡിസ്ഫോട്ടിക് മേഖല. 3 ഓപ്ഷൻസ്. ഓക്കെ, ഇത് ശരിക്കും ജോഗ്രഫിയിലെ ചോദ്യമല്ല, ഇത് ബയോളജിയിലെ ചോദ്യമാണ്. ന്യൂ SCRT എന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. പുതിയ SCRT പുസ്തകത്തിൽ നിന്നാണ് ചോദ്യം വന്നേക്കുന്നത്. 9ാം ക്ലാസ്സിലെ ബയോളജി ടെക്സ്റ്റിൽ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. നോക്കിക്കേ, 1ാമത്തെ പാഠം, ബയോളജിയിൽ 1ാമത്തെ പാഠം, ജീവൽ
പ്രക്രിയകളിലേക്ക് എന്ന് പറഞ്ഞൊരു പാഠം. അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് നോക്കി, ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിൽ യൂഫോട്ടിക് മേഖല. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അവിടെ നിർത്തും. ഉപരിതലം തൊട്ട് 200 മീറ്റർ വരെ യൂഫോട്ടിക് മേഖല. ഓക്കെ, കറക്റ്റ്. രണ്ടാമത്തത് 200 മീറ്ററിന് താഴെ 1000 മീറ്റർ വരെ ഡിസ്പോട്ടിക് മേഖല. 200 തൊട്ട് 1000 വരെ ഡിസ്പോട്ടിക് ആണ്. അപ്പൊ 200 തൊട്ട് 1000 വരെ എഫോട്ടിക് അല്ല, എന്താണ് ഡിസ്പോട്ടിക്. അപ്പൊ അത് തെറ്റി. ഇനി അടുത്ത പറയുന്നു, ലാസ്റ്റ് 1000 മീറ്ററിന് താഴെ എഫോട്ടിക് മേഖല. 1000 മീറ്ററിന് താഴെ എന്താണ് എഫോട്ടിക് മേഖല? ഇത് 1000 മീറ്ററിന് താഴെ ഡിസ്പോട്ടിക് അല്ല. ഇത് നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടവര്, മനസ്സിലായി, ഫ്ലിപ്പ് ചെയ്തിട്ടു. സോ ഇവിടെ ആൻസർ എന്ന് പറഞ്ഞാൽ 1 മാത്രമാണ് ശരി. കണ്ടോ, 1 മാത്രമാണ് നമ്മുടെ റൈറ്റ് ആൻസർ. 1 മാത്രമാണ് റൈറ്റ് ആൻസർ. VFA ചോദിച്ച ചോദ്യമാണ്, ബയോളജി എന്ന് വന്ന ചോദ്യമാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ഉദ്യോഗാർത്ഥികൾ കാണുന്നത്. ന്യൂ SCRT ആണ്. അപ്പം പുതിയ SCRTയുടെ പ്രാധാന്യം മനസ്സിലായില്ലേ? ഇനി പുതിയ SCRT എന്നുള്ള മറ്റൊരു ചോദ്യം WCPA പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. ലോകത്തിന്റെ ധാന്യപുരം എന്നറിയപ്പെടുന്ന പ്രയറീസ് സ്ഥിതി ചെയ്യുന്നവിടെ. പ്രയറീസ് വടക്കേ അമേരിക്കയാണെന്നുള്ളത് നമ്മൾ പണ്ട് തൊട്ടേ നമ്മുടെ പഴയ SCRT ടെക്സ്റ്റുകൾക്കകത്തൊക്കെ ഉണ്ട്, NCERTയിലും ഒക്കെ അങ്ങനെയുണ്ട്. പക്ഷെ കൃത്യമായ രാജ്യങ്ങൾ വടക്കേ അമേരിക്കയിൽ ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് ഇവർ ചോദിച്ചത് ഇവിടെ. അമേരിക്കയിലും മെക്സിക്കോയിലും കാനഡയിലും അമേരിക്കയിലും കാനഡയിലും ഗ്രീൻലാൻഡിലും വടക്കേ അമേരിക്കയിലുള്ള പല രാജ്യങ്ങളും ദ്വീപുകളും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് റൈറ്റ് ആൻസർ? കാനഡയിലും അതുപോലെ തന്നെ അമേരിക്കയിലുമായിട്ട് സ്ഥിതി ചെയ്യുന്നു. ഇതാണ് റൈറ്റ് ആൻസർ. 2 മാത്രം ശരി എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. 2 മാത്രം ശരി. കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ മാറ്റവും എന്ന് പറഞ്ഞ് 10ാം ക്ലാസ്സിൽ പുതുതായിട്ട് ആഡ് ചെയ്തൊരു പാഠമാണിത്. പുതിയ ടെക്സ്റ്റിനകത്ത്, പുതിയ SCRT ടെക്സ്റ്റിനകത്ത് 10ാം ക്ലാസ്സിൽ ആഡ് ചെയ്തൊരു പാഠമാണ്. 2ാമത്തെ പാഠം. ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്. ഇത് +2 ബുക്കിനകത്ത് അത് ആളുകൾ സ്കിപ്പ് ചെയ്ത് പോകുന്നതാണ്. +2 പരീക്ഷകൾ എഴുതുമ്പോൾ കുട്ടികൾ പലപ്പോഴും സ്കിപ്പ് ചെയ്യുന്നൊരു പാഠമാണിത്. വേൾഡ് ക്ലൈമറ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ. അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ. അത് നേരെ ഇപ്പം ഇവർ ടെക്സ്റ്റ് റീപ്ലേസ് ചെയ്തപ്പോൾ പുതിയ ടെക്സ്റ്റിനകത്ത് എടുത്തിട്ട് 10ാം ക്ലാസ്സിൽ പുസ്തകത്തിൽ എടുത്തിട്ടു. +2 അതേപടി വലിച്ച് പുറത്തോട്ട് കൊണ്ടിട്ടു. കണ്ടോ, കാനഡയിലും അമേരിക്കയിലുമായിട്ട് സ്ഥിതി ചെയ്യുന്നു. പുതിയ ടെക്സ്റ്റിൽ നിന്ന് വന്ന ചോദ്യമാണ്. ഇത് നോക്കിക്കേ, പ്രയറി ലോകത്തിന്റെ ധാന്യക്കലവറ. അമേരിക്കയിലും കാനഡയിലുമായി വ്യാപിച്ചിരിക്കുന്ന ഈ വിശാല സമതലം. കണ്ടോ, അമേരിക്കയിലും കാനഡയിലുമായി വ്യാപിച്ചു കിടക്കുന്ന വിശാല സമതലം ഏതാണ്? പ്രയറി. പുസ്തകത്തിനകത്ത് ഇങ്ങനെ ഒരു ഭാഗമുണ്ട്. ആ പാഠത്തിനകത്ത് ഇങ്ങനെ ഒരു ഭാഗമുണ്ട്, ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ബോക്സുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയിൽ ഇങ്ങനെയുള്ള ബോക്സുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്നൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ക്ലിയർ? എന്താണ് ഈ സ്ഥിരമായിട്ട് ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന പരീക്ഷകളിൽ കാണുന്ന ഈ ചോദ്യങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? പണ്ടൊരു PSC പരീക്ഷ എന്ന് പറഞ്ഞാൽ അവിടെ PYQ, ഒരു 5 വർഷത്തെ PYQ നോക്കിയിട്ട് പോയാൽ നമുക്ക് ഒരു റാങ്കിൽ എത്താനുള്ള മാർക്ക് നമുക്ക് കിട്ടുമായിരുന്നു, അല്ലേ? എന്നാൽ ഇന്ന് ഈ PYQന്റെ ട്രെൻഡ് ഒത്തിരി കുറഞ്ഞു വരിക. PYQന്റെ ട്രെൻഡ് ഇപ്പോഴും ഉള്ള 3 സബ്ജക്റ്റാണ് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. അപ്പോൾ ആദ്യം നമുക്ക് അതിലേക്ക് വരാം. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം നമുക്ക് SCRTയോ NCERTയോ ആണ് സോഴ്സ് എന്ന് പറയാൻ പറ്റത്തില്ല. അതിൽ നിന്നാണ് ചോദ്യങ്ങൾ പലതും എടുക്കുന്നത്. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അവർ മാറിയും തിരിച്ചും വാല്യൂസ് ഒക്കെ മാറ്റി വീണ്ടും ചോദിക്കുകയാണ്. അപ്പോൾ ഇത് പഠിപ്പിക്കുന്ന അധ്യാപകരോട് ചോദിച്ചാലും അവർ നിങ്ങളോട് പറയും കുറച്ച് വർഷങ്ങളിലെ ചോദ്യങ്ങൾ അല്ലെങ്കിൽ എക്സാം നടക്കാൻ പോകുന്നതിന് പുറകോട്ടുള്ള ഒരു 4 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് വർക്കൗട്ട് ചെയ്യുക, മാക്സിമം വർക്കൗട്ട് ചെയ്യുക. അതിൽ നിന്ന് നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമുക്ക് കിട്ടുമെന്ന് അവർ തന്നെ പറയും. പിന്നെയും ഇവിടെയും കുറച്ച് റെയർ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ അടുത്ത് നടന്നൊരു പരീക്ഷയിൽ മലയാളത്തിൽ വള്ളത്തോളിന്റെ സാഹിത്യമഞ്ജരി എന്ന കവിതാ സമാഹാരത്തിൽ എൻ്റെ ഗുരുനാഥൻ ഏത് ഭാഗത്താണോ ഉള്ളത് എന്ന് പറഞ്ഞൊരു ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൃത്യം SCRT തന്നെയാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരു ചോദ്യത്തിന് വേണ്ടി നമ്മൾ 5 മുതൽ 10 വരെയുള്ള SCRT മുഴുവൻ മലയാളവും ഇംഗ്ലീഷും മാത്സും ചെയ്ത് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല, പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താൽ തന്നെ അവിടുന്ന് ഈ പറഞ്ഞ ഇംഗ്ലീഷും മാത്സും മലയാളവും നമുക്ക് ആൻസേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. ഒരു 90% നമുക്ക് കിട്ടും. ഓക്കെ, ഇനി GKയിലേക്ക് നമുക്ക് വരാം. നിങ്ങൾ ചോദിക്കും GK ഇതേപോലെ ഇരുന്ന് ടെക്സ്റ്റ് വായിക്കുന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ? GK എന്ന് പറയുമ്പോൾ ഏതൊക്കെ വിഷയം വരും? നമ്മുടെ ജോഗ്രഫി, ഹിസ്റ്ററി, പൊളിറ്റി, എക്കണോമിക്സ്, പിന്നെ നമ്മുടെ IT, അത് നമ്മുടെ +1 +2 ടെക്സ്റ്റിനകത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള GK സബ്ജക്ട്സ്, നിയമങ്ങൾ, ഇതൊക്കെ നമുക്ക് SCRT NCERT വായിച്ചാൽ അത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ? പ്രാക്ടിക്കലി പോസിബിൾ ആണെങ്കിലും വായിച്ചേ പറ്റൂ. കാരണം GK നമുക്കൊന്ന് മുറിക്കാം. GK ഏരിയയിൽ PYQ നേരത്തെ നല്ല രീതിയിൽ ചോദ്യം ഉണ്ടായിരുന്നു. GK നമുക്ക് 100% എടുക്കാം. GKയിലെ ചോദ്യങ്ങൾ 100%. പണ്ട് ഒരു 80% GKയിലെ ചോദ്യങ്ങൾ PYQ തന്നെയായിരുന്നു. ഇന്ന് അത് കുറഞ്ഞ് 80 എന്നുള്ളത് കുറഞ്ഞ് ഒരു 30%-30%-ആയി മാറിയിട്ടുണ്ട് PYQ. PYQ നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ GKയിൽ നിന്നുള്ളൊരു 30% മാർക്കേ നമുക്ക് കിട്ടത്തുള്ളൂ. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നടക്കുന്ന ഒരു എക്സാമിൽ
LDC തൊട്ട് അതിന് മുകളിലോട്ടുള്ള പരീക്ഷയ്ക്കെല്ലാം ഒരു 30%, ഏറിപ്പോയി കഴിഞ്ഞാൽ ഒരു 40% മാത്രമേ GK നമുക്ക് കിട്ടത്തുള്ളൂ. നമുക്ക് 30 എടുക്കാം. ഓക്കെ ആണല്ലോ, 30. ഒരു 25% +1+2 NCERT ടെക്സ്റ്റ് ആണ്. +1+2 ടെക്സ്റ്റ് ആണ് 25%. നമ്മുടെ +1+2 ടെക്സ്റ്റ് ആണ്. ഒരു 25% പുതിയ SCERT ടെക്സ്റ്റും പഴയ SCERT ടെക്സ്റ്റും ആണ് ചോദിക്കുന്നത്. പുതിയ SCERT പഴയ SCERT കൂടെ ഒരു 25% ചോദിക്കുന്നുണ്ട്. അതിനി കുറഞ്ഞ് മൊത്തവും 25% പുതിയ SCERT ആയി മാറും. പതുക്കെ. അതിന്റെ തെളിവുകൾ നമ്മൾ കണ്ടു തുടങ്ങി. പിന്നെ വരുന്ന ഒരു 20%, ഇത് അവർ പല സോഴ്സിൽ നിന്ന് ചോദിക്കാം, പല മേഖലകളിൽ നിന്ന് ചോദിക്കാം. നമ്മൾ SCERT-യിലോ NCERT-യിലോ പഴയ SCERT-യിലോ PYQ-യിലോ ഒന്നും കാണാത്ത ചില ചോദ്യങ്ങളുണ്ട്. ചില ഓതേഴ്സിന്റെ ടെക്സ്റ്റിൽ നിന്ന്, ചില വെബ്സൈറ്റുകളിലുള്ള ചില ചോദ്യങ്ങൾ, റാൻഡമായിട്ട് പലയിടത്തുനിന്ന് അവർക്ക് കിട്ടുന്ന ചോദ്യങ്ങളൊക്കെ ഒരു 20% വരാം. അപ്പൊ ഇവിടെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ലക്ക, നമുക്ക് ഇത് ശരിയാവുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത് കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് ലക്ക. നമുക്ക് നല്ല ഡീപ്പായിട്ടുള്ള വായനയൊക്കെ ഉള്ള ആളുകൾക്ക് അത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പം കേരള ജോഗ്രഫി എന്നുള്ള ചോദ്യം, അല്ലെങ്കിൽ കേരള ഹിസ്റ്ററി എന്നുള്ള ചോദ്യം, നമുക്ക് അതിനൊരു സോഴ്സ് ഇല്ല കൃത്യമായിട്ട് പഠിക്കാൻ. +1+2 ബുക്കുകളില്ല. പിന്നെ വേറെന്താ പറഞ്ഞ SCERT-ക്കകത്തൊക്കെ വളരെ കുറച്ച് മൈന്യൂട്ടായിട്ടുള്ള വിവരങ്ങളേ ഉള്ളൂ. അവിടെ നമുക്ക് കുറച്ചും കൂടെ ഏതെങ്കിലും നല്ല കേരള റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ പഠിക്കാൻ, ഗവേണൻസ് ഒക്കെ പഠിക്കാനായിട്ട് അതുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റുകൾ നമ്മൾ പരിശോധിക്കണം. മനസ്സിലായില്ലേ? അതുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റുകൾ അത് പരിശോധിച്ച് കൃത്യമായിട്ട് നോട്ട് തയ്യാറാക്കി നമ്മൾ ആൻസർ ചെയ്യണം. ബാക്കി ഇതെന്തായാലും ഈ പറഞ്ഞ ഇത്രയും ഭാഗം, അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ, +1+2 ടെക്സ്റ്റ്, അതുപോലെ തന്നെ നമ്മുടെ പുതിയ SCERT പഴയ SCERT, ഈ ഭാഗം നമ്മൾ ഓക്കെ ആക്കുക. ഇതാണ് നമുക്ക് മുമ്പിലുള്ള ടാസ്ക്. ഇത് നമ്മൾ ഓക്കെ ആക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. മനസ്സിലായില്ലേ? അവിടുന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്, അങ്ങനെ തന്നെ പുള്ളി തെറ്റിക്കാതെ ബ്രാക്കറ്റ് പോലും കോപ്പി ചെയ്ത് ചോദ്യങ്ങൾ വരുന്നുണ്ട്. കണ്ടില്ലേ? അപ്പോൾ എത്രമാത്രമാണ് നമ്മുടെ പരീക്ഷകളിൽ പുസ്തകങ്ങളുടെ പ്രാധാന്യം, അല്ലെങ്കിൽ SCERT-യുടെ +1+2 NCERT-യുടെ ഒക്കെ പ്രാധാന്യം എത്രയാണെന്നുള്ളതിന് ഒരു തെളിവ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. വരാൻ പോകുന്ന പരീക്ഷകൾക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു ധാരണ ഉണ്ടാവണം, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് റൈറ്റ് പാത്തിലാണോ, എൻ്റെ യാത്ര ശരിയായ പാതയിലാണോ, എവിടെയെങ്കിലും എനിക്ക് മാറ്റങ്ങൾ വരുത്താനുണ്ടോ, ഇനി ഈ പരീക്ഷയെ കൃത്യമായിട്ട് അറിഞ്ഞിട്ടാണോ ഞാൻ പഠിക്കുന്നത്, അതോ വെറുതെ എന്തൊക്കെയോ റാൻഡമായിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഒരു GK ഇങ്ങനെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, എന്തൊക്കെയോ വായിച്ചുകൊണ്ടിരിക്കുന്നു, എന്തൊക്കെയോ കാണാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഇതൊക്കെയാണോ പരീക്ഷയ്ക്ക് വരുന്നത്, അല്ലെങ്കിൽ ഈ തരത്തിലാണോ ഇന്നത്തെ പരീക്ഷ എന്നൊക്കെ ഒരു വിചിന്തനം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം ഇടയ്ക്കെങ്കിലും ഒക്കെ. അപ്പോൾ മാത്രമേ നമുക്ക് ഒരു പ്രോഗ്രസ് നമ്മളിൽ ഉണ്ടാകത്തുള്ളൂ, നമ്മളിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ മാത്രമേ നമുക്ക് നല്ല ഉയർന്ന റാങ്കിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലേ? സ്വയം കീപ് മോട്ടിവേറ്റിംഗ് അസ്, നമ്മളെ തന്നെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുക. എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ പുറകോട്ട് പോകുമ്പോൾ അവിടെ മുമ്പോട്ട് വരാനുള്ള എന്തെങ്കിലുമൊക്കെ കാര്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ. പലർക്കും പലതായിരിക്കാം, പല വിധത്തിലായിരിക്കാം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ. അപ്പം അതൊക്കെ തന്നെയാണ് ശരിക്കും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്, അതൊക്കെയാണ് നമ്മൾ മുന്നോട്ട് നയിക്കേണ്ടത്. അങ്ങനെയാണ് നമുക്ക് ഈ തടസ്സങ്ങളെ നേരിട്ട്, അല്ലെങ്കിൽ നമുക്ക് മുമ്പിലുള്ള എല്ലാ പ്രയാസങ്ങളെയും കടന്ന് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിന് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, എവിടുന്ന് പഠിക്കണം എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഒരു ഐഡിയ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ തരാനായിട്ട് ഞാൻ ശ്രമിച്ചത്. ഇനിയും ഇതേപോലെയുള്ള ഈ സോഴ്സുകൾ കണ്ടെത്തിക്കൊണ്ട് ഞാൻ വീണ്ടും വരും, കൂടുതൽ വീഡിയോകൾ ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് തന്നെ ഏതെങ്കിലും ഒരു ചോദ്യം എവിടുന്നാണ് അതിൻ്റെ സോഴ്സ് എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ചോദ്യവുമായി ബന്ധപ്പെട്ട സോഴ്സ് ഞാൻ മാക്സിമം അത് കണ്ടെത്താൻ ശ്രമിക്കാം. അങ്ങനത്തെ ചോദ്യങ്ങളുമായിട്ട്, കമൻസിൽ വരുന്ന ചോദ്യങ്ങളുമായിട്ട് ഞാൻ ലൈവായിട്ട് വീണ്ടും വരാം. തുടർന്നും ഇങ്ങനെയുള്ള വീഡിയോകളുമായിട്ട് തന്നെ ഞാൻ മുമ്പോട്ട് വരും. മാക്സിമം നമുക്ക് പരീക്ഷയിൽ, ഒരു PSC പരീക്ഷയിൽ വരുന്ന ചോദ്യങ്ങളുടെ മാക്സിമം ഉറവിടങ്ങൾ കണ്ടെത്തി പഠിച്ച് മുമ്പോട്ട് പോകാം. എല്ലാവർക്കും പരീക്ഷയിൽ നല്ല വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിർത്തുന്നു.